നമസ്കാരം. കേരള സ്റ്റോറി 2 ചലച്ചിത്രത്തെ സംബന്ധിച്ച വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. അപ്പോൾ ആ വിവാദങ്ങൾ ഒരു വശത്ത് നിൽക്കട്ടെ. പക്ഷേ തത്വമയി ന്യൂസിന് സന്തോഷം തരുന്ന ഒരു കാര്യം, നിരവധി പ്രേക്ഷകർ തത്വമയി ന്യൂസ് കേരള സ്റ്റോറിയെ സംബന്ധിച്ച് ചെയ്ത പരിപാടികൾക്കെല്ലാം പ്രതികരണങ്ങളുമായി എത്തിയിരുന്നു. അതിൽ ഒരു കോളേജ് വിദ്യാർത്ഥിനിയുടെ പ്രതികരണം ഒരു വോയിസ് നോട്ടായിട്ട്, ഒരു നിരൂപണമെന്ന് ഇതിനെ കാണണ്ട, ഒരല്പം ദൈർഘ്യം കൂടുതലാണ്. കാരണം ആദ്യമായിട്ടാണ് നിരൂപണം അല്ലെങ്കിൽ ഒരു സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്നതെന്ന് ആ കുട്ടി തന്നെ പറയുന്നുണ്ട്. ആ കുട്ടിയുടെ പേര് തത്വമയി ന്യൂസ് തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല. കാരണം ആ കുട്ടിക്ക് അങ്ങനെ പേരും സ്വന്തം മുഖവും ഒന്നും വെളിപ്പെടുത്താൻ താല്പര്യമില്ല. പക്ഷേ ഒരു അഭിപ്രായം ആ കുട്ടി തത്വമയി ന്യൂസുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, ആ കുട്ടി ആ ചലച്ചിത്രം OTT-യിൽ കാണുവാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു, തിയേറ്ററിൽ പോകേണ്ട ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത്. പക്ഷേ തത്വമയി ന്യൂസ് കേരള സ്റ്റോറി 2-നെ കുറിച്ച് ചെയ്തൊരു പരിപാടി കണ്ടതിന് ശേഷമാണ് തിയേറ്ററിൽ പോയി ആ ചലച്ചിത്രം കാണാൻ ആ കുട്ടി തീരുമാനിക്കുകയും ആ ചിത്രം കണ്ടതിന് ശേഷം ആ കുട്ടിയുടെ അഭിപ്രായം നമ്മളോട് അറിയിക്കുകയും ചെയ്തത്. അപ്പോൾ ആ അഭിപ്രായം ഒന്ന് പ്രേക്ഷകർ കേട്ടു നോക്കുക. വീഡിയോയ്ക്ക് ഒരല്പം ദൈർഘ്യമുണ്ടെങ്കിൽ ക്ഷമിക്കുക. ക്ഷമയോടെ ഒന്ന് കേട്ടു നോക്കാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻ്റ് ആണ്. തത്വമയി ന്യൂസിൽ വന്ന ദ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന സിനിമയെക്കുറിച്ചുള്ള പരിപാടി കണ്ടപ്പോഴാണ് ഞാൻ OTT വന്നിട്ട് കാണാമെന്ന് വിചാരിച്ച സിനിമ തിയേറ്ററിൽ പോയി ഞാൻ കണ്ടത്. നോർമലി സ്പീക്കിംഗ് ഞാൻ സോൺലി എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് അല്ലെങ്കിൽ റിലാക്സിങ് പർപ്പസിന് വേണ്ടിയാണ് സിനിമ കാണുന്നത്. സോ ഞാൻ അങ്ങനെ റിവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല. സോ ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ ഭാരതത്തിലെ 3 സ്ഥലങ്ങളിലെ 3 പെൺകുട്ടികളുടെ ജീവിതത്തിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. അതിലൊന്ന് കേരളമാണ്. 3 പെൺകുട്ടികളും 3 ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ആദ്യത്തെ പെൺകുട്ടി എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ നിന്നാണ് വരുന്നത്. അവരുടെ പാരന്റ്സ് എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കുന്നവരാണ്. എന്നാൽ ഉത്തരേന്ത്യയിൽ നിന്ന് തന്നെ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അവളെന്ന് പറയുന്നത് അവരുടെ പാരന്റ്സിന്റെ വീക്ഷണത്തിന് അല്ലെങ്കിൽ ബിലീഫ്സിന് വിപരീതമായിട്ടൊരു ന്യൂട്രൽ ആയിട്ടുള്ള സമീപനമാണ് അവർക്ക്. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് വരുന്നത് സുരേഖ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അവര് കേരളത്തിൽ നിന്നാണ് വരുന്നത്. ഏതൊരു സാധാരണ ഹിന്ദു പെൺകുട്ടിയെ പോലെ വിശ്വാസപരമായി അല്ലെങ്കിൽ ധാർമ്മികമായ ഒരു ധാരണയില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള മൈ ലൈഫ് മൈ ബോഡി മൈ വിഷ് എന്ന ട്രെൻഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവരും ഇവരുടെ ഫാദറും എന്ന് പറയുന്നത് യുവർ ലൈഫ് യുവർ ഡിസിഷൻ യുവർ വിഷ് എന്ന നിലപാടിലാണ് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവര്. ഈ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വരുന്ന ഈ 3 പെൺകുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതമാണ് നമുക്ക് സിനിമയിൽ കാണാൻ കഴിയുന്നത്. അതിൽ ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് സിമിലാരിറ്റീസ് ആണ്. ആദ്യത്തെ എന്ന് പറയുന്നത് ഈ 3 ഗേൾസിനും ഒരു പാഷൻ ഉണ്ട്. ലൈക്ക് ദിവ്യയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നൃത്തമാണ് പാഷൻ എങ്കിൽ നേഹയ്ക്ക് ജാവലിൻ ത്രോ ആണ് പാഷൻ. നമ്മുടെ സുരേഖ എന്ന് പറയുന്നത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. രണ്ടാമത്തെ സിമിലാരിറ്റി എന്ന് പറയുന്നത് മൂന്ന് പേരുടെയും പാരന്റ്സ് ഇവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ദിവ്യയുടെ ഡാൻസ് ഒക്കെ ഇവരുടെ പാരന്റ്സ് വളരെ പ്രൗഡായിട്ട് വീഡിയോ എടുക്കുന്നതായിട്ട് സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേഹനെ പരിശീലിപ്പിക്കാനായിട്ട് ഇവരുടെ അച്ഛൻ ഹു വാസ് എ ഫോർമർ ജാവലിൻ പ്ലെയർ സഹായിക്കുന്നുണ്ട്. ആൻഡ് അമ്മയും അമ്മയെ കഴിയുന്നതായിട്ട് അമ്മയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സുരേഖയുടെ ഈ UPSC സ്റ്റഡീസിലും ഇവരുടെ പാരന്റ്സ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് വരുന്ന സിമിലാരിറ്റി എന്ന് പറയുന്നത് ഇവരുടെ 3 പേരുടെയും ജീവിതത്തിൽ വരുന്ന ബോയ് ഫ്രണ്ട്സ് ആണ്. ഈ 3 പേരും ഈ ഗേൾസിന്റെ പാഷനെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ സപ്പോർട്ടീവായിട്ടാണ് അവർ പെരുമാറുന്നത്. അതിൽ നേഹയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശസ്തനായ കോച്ചിന്റെ കീഴിൽ പരിശീലനമൊക്കെ ഒരുക്കി തരാമെന്ന് വാഗ്ദാനം കൊടുക്കുന്നുണ്ട് നേഹയ്ക്ക്. ആൻഡ് ദിവ്യയുടെ കാര്യം പറഞ്ഞാൽ ദിവ്യയുടെ ബോയ് ഫ്രണ്ടും ഈ ഇവളുടെ ഡാൻസിന്റെ പാഷനെ മനസ്സിലാക്കി അവരെ ഈ
റീൽസ് ആൻഡ് ലൈക്സിന്റെ ലോകത്തേക്ക് കൊണ്ടുവരികയും മോർ ഗ്ലാമറസ് ആയിട്ടുള്ള വീഡിയോ ഇടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സുരേഖയും എന്താണ് ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടറുമായിട്ട് അടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ബോയ് ഫ്രണ്ട്സ് ഈ ഗേൾസിന്റെ പാരന്റ്സ് എല്ലാം വളരെ ഓൾഡ് ഫാഷൻഡ് ആണെന്നും അത് ഓൾഡ് ഫാഷൻഡ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരുടെ മതവിചാരങ്ങളാണെന്നും പറഞ്ഞ് അവരുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലൈക്ക് ദിവ്യ അവളുടെ സോ കോൾഡ് ഗ്ലാമറസ് റീൽസ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ മാതാപിതാക്കളെ എതിർക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ ദിവ്യയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് അവളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നേഹ അവളുടെ പാരന്റ്സിനെ അറിയിക്കാതെ അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് കല്യാണം കഴിക്കുന്നതുകൊണ്ട് അവളുടെ പാരന്റ്സ് അവളെ ഇറക്കി വിടുകയാണ് വീട്ടിൽ നിന്ന്. സുരേഖയുടെ കാര്യത്തിലാണെങ്കിലും സുരേഖ അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ പോകാൻ ആഗ്രഹിക്കുമ്പോഴും അവളുടെ പാരന്റ്സ് ലൈക്ക് ഒരു മൈൽഡ് പ്രൊട്ടസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അവസാനം ഒരു രക്ഷയില്ലാതെ അവളെ പോകാൻ സമ്മതിക്കുകയാണ്. പിന്നെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും ലൈക്ക് 3 പെൺകുട്ടികളും 3 സന്ദർഭങ്ങളിൽ അവരുടെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു തീവ്ര മുസ്ലിം വിശ്വാസി അല്ല, വളരെ ലിബറൽ ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞ് പാരന്റ്സിനോട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സിനിമാറ്റിക് ആയിട്ട് കാണിച്ചാലും ഈ അവരുടെ ഈ 3 ഗേൾസിന്റെയും ഇവരുടെ വിശ്വാസം കംപ്ലീറ്റ് ആയിട്ട് ബോയ് ഫ്രണ്ട്സ് നേടിയെടുക്കുന്നു എന്ന് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നതാണ്, അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ പാരന്റ്സിന് ഒരു പ്രൊട്ടക്ടേഴ്സ് എന്ന നിലയിൽ നിന്ന് മാറ്റി ഒരു വില്ലനായിട്ട് കാണാൻ ഇൻഫ്ലുവൻസ് ചെയ്യാണ് ഇവരുടെ ഈ ഗേൾസിന്റെ ബോയ് ഫ്രണ്ട്സ്. വൺസ് ദീസ് ഗേൾസ് ഹാവ് ഡിറ്റാച്ച്ഡ് ഫ്രം ദെയർ പാരന്റ്സ്, അവരെ പിന്നെ കൊണ്ടുപോകുന്നവരുടെ സമാന മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈവൻ പോലീസിന് പോലും വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത്. ഇനി ഇവിടെ അകപ്പെട്ട് കഴിഞ്ഞ് മതപരിവർത്തനവും വിവാഹവും കൂടി കഴിഞ്ഞാൽ ഏത് സ്വപ്നത്തിന് വേണ്ടിയാണോ ഇവര് 3 പേരും ഇവരുടെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പുറത്തു വന്നതോ അതിൽ നിന്ന് തന്നെ ഇവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത്. അതിനെ ഈ പെൺകുട്ടികൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും അവര് ന്യായമായിട്ട് പറയുന്നത് ഇവരാണ് ഈ പെൺകുട്ടികളുടെ പുതിയ സംരക്ഷകർ എന്നും ഈ പെൺകുട്ടികൾക്ക് ഇവര് പുതിയ ജീവിതം നൽകാൻ പോവുകയാണെന്നും ഒക്കെയാണ് പറയുന്നത്. അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് ഇവരിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ദിവ്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു ഡാൻസ് റീൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അവരുടെ ഫോൺ അടിച്ചു പൊളിക്കുകയും റീൽ സ്റ്റാൻഡ് അടിച്ചു പൊളിക്കുകയും അതിനെ ചോദ്യം ചെയ്യാൻ വരുന്ന ദിവ്യനെയും അടിക്കുകയാണ് അവരുടെ ഹസ്ബൻഡ്. നേഹയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നേഹയുടെ ഹസ്ബൻഡ് അവരുടെ പാഷനായിട്ടുള്ള ജാവലിൻ ത്രോയിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. പിന്നെ മതപരിവർത്തനത്തിന് വഴങ്ങാത്ത സുരേഖയെ ഒരു മുറിയിലിട്ട് അടയ്ക്കുകയും അവരുടെ UPSC പുസ്തകങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്യുകയാണ് അവരുടെ ഹസ്ബൻഡ്. പിന്നീട് ഓരോരുത്തരുടെയും ജീവിതം ഓരോ രീതിയിൽ നശിക്കുന്നതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. ഈ മതം മാറുന്ന എല്ലാവരും സിറിയയ്ക്ക് പോകുന്നില്ലല്ലോ എന്ന ക്ലീഷേ ചോദ്യത്തിന് ഇതാണ് ആക്ച്വലി ഉത്തരം എന്ന് പറയുന്നത്. ബേസിക്കലി തങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യത്തിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും ഒക്കെ വളരെ അകന്ന് ജസ്റ്റ് ഒരു ലൈംഗിക അടിമയോ അല്ലെങ്കിൽ പ്രസവ യന്ത്രമായിട്ടോ ആയി ജീവിക്കുന്ന ഇവിടെ ആയാലും വിദേശത്തായാലും മരണത്തിലും വേദനാജനകമാണെന്ന് ശരിക്കും ഇരകൾ മനസ്സിലാക്കുന്നത് വളരെ വൈകിട്ടായിരിക്കും. വീട്ടിലെ സ്വാതന്ത്ര്യക്കുറവ് സോൾവ് ചെയ്യാൻ വേണ്ടി എടുത്തു ചാടുന്ന ഇടം ചിലപ്പോ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒന്നാണെന്ന് ഇവരെല്ലാരും പതിയെ തിരിച്ചറിയുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവിയില് എനിക്ക് ഹേ മാ എന്ന് തുടങ്ങുന്നൊരു പാട്ട് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. അത് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. സമൂഹത്തില് ടോക്സിക് എന്നൊരു വേർഡ് ഇൻട്രൊഡ്യൂസ് ആയതിനു ശേഷം നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ടോക്സിക് ആയിട്ട് കാണണം എന്ന് പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളും ഒക്കെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഈ സിനിമയെ കണ്ട പോലത്തെ ആൾക്കാരെ കുറിച്ച് ഈ പറയുന്ന ആൾക്കാർ സംസാരിക്കാത്ത എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ടാണ് ഒരു അഭിപ്രായം പറയുന്നത്. ഇത്തിരി നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ പ്രേക്ഷകർ ആ അഭിപ്രായം കേട്ട് കാണുമെന്ന് കരുതുന്നു.
കൂടുതലൊന്നും ഞാൻ അതിനോട് കൂട്ടിച്ചേർക്കുന്നില്ല. കാരണം ആ കുട്ടിയുടെ നിരൂപണമായിട്ട് തന്നെ, അഭിപ്രായമായിട്ട് തന്നെ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ആ വാക്കുകൾ കയറി ചെല്ലട്ടെ. അതിനെ തുടർന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം കമൻറ്റുകളായി ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ വേണമെങ്കിൽ നമുക്കതിലേക്കും കിടക്കാം. എന്തായാലും ഇത്രയും നേരം ക്ഷമയോടെ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയുടെ കേരള സ്റ്റോറി 2 കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കേട്ടിരുന്ന പ്രേക്ഷകരോടെല്ലാം നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.